എടാ വെറും 4300 ഫോളോവേഴ്സ് ഉള്ള എൻ്റെ അക്കൗണ്ട് വെറും ഒരു മാസം കൊണ്ടാണ് ഞാൻ ഒരു 6600ഓളം ഫോളോവേഴ്സാക്കി എടുത്തത്. ഞാൻ ഈ 2300 ഫോളോവേഴ്സ് ഗെയിൻ ചെയ്തത് വേറെ ഒരു വഴിയല്ല, ഓട്ടോമേഷൻ വഴിയാണ്. അപ്പം അതിന് യൂസ് ആവുന്ന കുറച്ച് ആപ്സ് വെബ്സൈറ്റ്സ് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൂപ്പർ പ്രൊഫൈലിനെ കുറിച്ചിട്ട് നോക്കാം. സൂപ്പർ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് അല്ലെങ്കിൽ PDF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റാച്ച്ഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു വെബ്സൈറ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് വിഷ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അതിൽ കൂടെ നമുക്ക് ഓട്ടോമേഷൻ മാത്രമല്ല നമുക്ക് ഏണും ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഓട്ടോമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മീഷോ അഫിലിയേറ്റഡ് പ്രോഗ്രാം. അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ സൂപ്പർ പ്രൊഫൈലിനെ കുറിച്ചിട്ട് നോക്കാം. സൂപ്പർ പ്രൊഫൈലിൽ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇതൊരു വെബ്സൈറ്റ് ആണ്. നമുക്ക് എന്താണ് DML മറ്റുള്ളവരുടെ DML പോകേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സൂപ്പർ പ്രൊഫൈൽ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ സംഭവം ഇതിനകത്തോട്ട് കൊടുത്തിട്ട് നമ്മൾ ഓട്ടോമേഷൻ്റെ സംഭവം ആക്റ്റീവ് ആക്കി കഴിയുമ്പോഴാണ് മറ്റുള്ളവർ ലിങ്ക് എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അവർ DML നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ പോവാം. അപ്പം നമുക്ക് എങ്ങനെയാണ് സൂപ്പർ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ ഞാൻ ഇവിടെ കാണിക്കാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞും കൂടി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൂപ്പർ പ്രൊഫൈൽ ഓൺ ആക്കുക. നമ്മൾ ഗൂഗിളിൽ സൂപ്പർ പ്രൊഫൈലിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വെബ്സൈറ്റ് വരും. അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിൻ്റെ ഫസ്റ്റ് മെയിലിൽ തന്നെ കാണും ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ, ഇമെയിൽ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അതിൻ്റെ അടിയിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ നടുക്കാണ് ആപ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമേഷൻ, സൂപ്പർ ലിങ്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഓട്ടോ DM ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ഓട്ടോ DM കൊടുത്തിട്ട് കമൻറ്റ് ഓൺ യുവർ റീൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് പോസ്റ്റാണ്, സ്പെസിഫിക് പോസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാ പോസ്റ്റുകളും കാണിക്കുന്നതായിരിക്കും. അതിൽ ഏത് പോസ്റ്റിലോട്ടാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോകേണ്ടത് എന്നുള്ള ആ ഒരു സ്പെസിഫിക് പോസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കീവേഡ് സെറ്റ് ചെയ്യാം. നിങ്ങളിപ്പം ലിങ്ക് എന്ന് ആ കീവേഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുമ്പം ഈ ഒരു സംഭവം അവർക്ക് ഓട്ടോ DM ആയിട്ട് പോകും. അതിന് പകരം നിങ്ങൾക്ക് ഹായ് അല്ലെങ്കിൽ ഹലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കീവേഡിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ കീവേഡിൽ ആഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആ വീഡിയോയിൽ പറയേണ്ടത്. നിങ്ങൾ കീവേഡ് നിങ്ങൾ അപ്പോൾ കമൻറ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM ഞാൻ അയച്ചു തരാം എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് എന്നുള്ള സംഭവമാണ് നമ്മുടെ കീവേഡ്. ആ കീവേഡ് നമ്മളിവിടെ ആഡ് ആക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അവിടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൺഫേം ആൻഡ് ലോഞ്ച് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ ഈ സൂപ്പർ പ്രൊഫൈലിലുള്ള സംഭവങ്ങൾ. ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ഓട്ടോമേഷൻ ടൂൾ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നമ്മൾ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ആരും ഇപ്പം തന്നെ മിസ് ഔട്ട് ചെയ്യേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഭയങ്കര യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.